ദൈവത്തിന് മഹത്വം. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ஆனபடினாலே நீங்கள் மறுபடியும் அடிமைத்தனத்தின் நுகத்திற்கு உட்படாமல் கிறிஸ்து நமக்கு உண்டாக்கின சுயாதீன நிலைமையிலே நிலை கொண்டிருங்கள். ദൈവത്തിന് മഹത്വം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്പോൾ നാം വായിച്ചു കേട്ടത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വിശുദ്ധ പൗലോസ് ഗലാത്യയിലുള്ള ദൈവത്തിൻ്റെ ജനത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സത്യം ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതാണ്ട് BC 300 കാലഘട്ടങ്ങളിൽ ഫ്രാൻസിൽ നിന്നും ഏഷ്യ മൈനറിലേക്ക് കുടിയേറി പാർത്തതായ ഒരു കൂട്ടം മനുഷ്യർ, അവരുടെ പേര് ഗൗൾസ് എന്ന ഒരു വർഗത്തിൽപ്പെട്ടവരാണ്. ഇത് നിമിത്തമാണ് റോമൻ പ്രവിശ്യയിലുള്ള ഈ സ്ഥലത്തിന് ഗലാത്യ എന്ന പേര് ലഭിച്ചതുപോലും. റോമാക്കാരുടെ ആക്രമണത്തിന് ശേഷം ഈ സ്ഥലം പിന്നീട് റോമൻ ഭരണത്തിൻ്റെ അധീനതയിലായി. ഇവിടെ പാർക്കുന്നതായ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ വിശുദ്ധ പൗലോസിന് സുവിശേഷം അറിയിക്കുവാനുള്ളതായ ഒരു അവസരം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശേഷിച്ച് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ താൻ രോഗിയായി തീർന്ന ഒരു സാഹചര്യമുണ്ട്. താൻ ചില സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷ നിമിത്തമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താൻ രോഗിയായി തീർന്ന ആ സാഹചര്യത്തിൽ സുവിശേഷം അറിയിച്ച് വിശ്വാസത്തിലേക്ക് വന്നതായ അനേക ദൈവമക്കളുണ്ടായിരുന്നു. അവരായിരുന്നു ഗലാത്യ സഭയിലുള്ള വിശ്വാസികൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീട് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും കർത്താവിൻ്റെ വേല അവിടെ സ്ഥാപിക്കപ്പെടുകയും അനേക ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരികയും ഒക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ സ്ഥലത്തെ വിശ്വാസികളിൽ തനിക്ക് ദുഃഖകരമായ ചില അനുഭവങ്ങൾ കാണുവാനിടയായിത്തീർന്നു. അതായത് ദുരുപദേശങ്ങൾ കടന്നു വന്നിട്ട് പലരെയും ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവിടെ നേരിടുവാനിടയായിത്തീർന്നു. വിശുദ്ധ പൗലോസ് തന്നെ പറഞ്ഞത് മുഴഞ്ഞ് കയറി വന്ന കള്ള സഹോദരന്മാർ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവർ ചെയ്തത് ഈ ന്യായപ്രമാണവും കൃപയും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് ഇതിൽ കൂടെ രക്ഷ പ്രാപിപ്പാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഏതാണ്ട് ക്രിസ്തുവിൽ നിന്ന് ഏറെക്കുറെ അവർ അന്യപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് വന്നു. അതായത് യഹൂദന്മാരിൽ നിന്നും പല വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ, അവരുടെ ന്യായപ്രമാണത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ക്രിസ്തുവുമായുള്ള ബന്ധം കൊണ്ടുവന്നിട്ട് അങ്ങനെ ഏതാണ്ടൊരു നാട്ടുഭാഷ പറഞ്ഞാൽ ഒരു അവിയൽ പരുവത്തിലുള്ളതായ ഒരു ചർച്ച ആയിരുന്നു അന്ന് ഗലാത്യ സഭയുടെ നിലവാരം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ ഇങ്ങനെയുള്ള വിഷയത്തിൽ വിശുദ്ധ പൗലോസ് തന്റെ തീഷ്ണത നിമിത്തം പത്രോസിനെയും കൂടെ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസിന്റെയും ജീവിതത്തിൽ തൻ്റെ ആദ്യ കാലങ്ങളിൽ സ്തോത്രം ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പോകുവാനായിട്ട് താൻ പരിശ്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം താൻ ചെയ്തു. അങ്ങനെയാണ് എല്ലാവരെയും നേടേണ്ടതിന് വേണ്ടി താൻ എല്ലാവർക്കും എല്ലാമായി തീർന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. തിമോഥെയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചതൊക്കെ അങ്ങനെയാണ്. തിമോഥെയോസ് യവനനായിരുന്നു. തൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായി കൂടിയപ്പോൾ തന്നെ പരിച്ഛേദന കഴിപ്പിച്ചതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തീത്തോസിനെ അതിനെ നിർബന്ധിച്ചില്ല. അതായത് തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ
ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തൊക്കെ താൻ ജീവിച്ചു. കാരണം ന്യായപ്രമാണത്തിലുള്ള തൻ്റെ തീഷ്ണത നിമിത്തം ഒരു സമയത്ത് ദൈവത്തിൻ്റെ സഭയെ താൻ അറിയാതെ ഉപദ്രവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലങ്ങളിലായിരുന്നു ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി ഡമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ച് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ കർത്താവ് തന്നെ സന്ദർശിക്കുകയും താൻ താഴെ വീഴുകയും അങ്ങനെ തുടർന്ന് ക്രിസ്തുവിന്റെ നാമം വഹിക്കുന്ന ഒരു പാത്രമായി താൻ തിരഞ്ഞെടുക്കപ്പെടുകയും കർത്താവിന്റെ ഒരു ധീര സാക്ഷിയായി ഒരു അപ്പോസ്തലനായി താൻ പിൽക്കാലത്ത് മാറുകയും ചെയ്ത അനുഭവങ്ങൾ തിരുവെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ താൻ ഉപദേശത്തിന്റെ പടികളിലൂടെ വളർന്ന് മുൻപോട്ട് പോകുമ്പോൾ പിന്നീട് താൻ ഗലാത്യ സഭയുടെ നിലവാരത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, താൻ സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് എഴുതുന്ന ലേഖനമാണ് ഈ ഗലാത്യ ലേഖനം. ഏതാണ്ട് AD 49 കാലഘട്ടങ്ങളിൽ എഴുതിയെന്നാണ് പണ്ഡിതാക്കൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശേഷിച്ച് നമ്മളൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ടതായ ചില സത്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ന്യായപ്രമാണ കാലഘട്ടവും കൃപാ കാലഘട്ടവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. സ്തോത്രം. വിശുദ്ധ പൗലോസ് വ്യക്തമായി ദൈവസഭയെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്തിനു വേണ്ടി പഠിപ്പിക്കുന്നു ചോദിച്ചാൽ, ന്യായപ്രമാണത്തിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് നാം ഇവിടെ വായിച്ചതായ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതായത് ഇപ്പോൾ നമ്മുടെ നിലവാരം എന്താണെന്നും നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്നും തുടർന്ന് നമ്മൾ മുൻപോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നും വിശുദ്ധ പൗലോസ് ഊന്നി പറയുകയാണ്. ഇത് പറയുമ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ പൊരുളുകൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നാലും വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ടും ശ്രദ്ധിച്ചിരുന്നാൽ വ്യക്തമായി മനസ്സിലാക്കുന്നതുമായ ഒരു സത്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. കാരണം ആത്മീയ ജീവിതത്തിലെ ചില അപകടങ്ങൾ നിറഞ്ഞതായ സാഹചര്യങ്ങളുണ്ട്. അക്ഷരീയ ജീവിതത്തിലെ അപകടങ്ങളെക്കാൾ ഭയങ്കരമാണ് ആത്മീയ ജീവിതത്തിലെ അപകടങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് വിശുദ്ധ പൗലോസ് പറയുകയാണ്, നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അതായത് നിങ്ങൾ ഒരു കാലത്ത് പലതിനും അടിമകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ആ രക്തം നിമിത്തം നിങ്ങൾക്കൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അഥവാ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഒരു സ്വർഗീയമായ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പലരും ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണെങ്കിലും ഈ സ്വാതന്ത്ര്യത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ചതിക്കുഴികളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് ബ്രിട്ടീഷിന്റെ അടിമയായി പാർക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിന് കീഴിലേക്ക് ഇന്ത്യ വന്നു. അതിന്റെ പിന്നിലൊക്കെ അവരുടെ ബിസിനസ്, ഈ ഇന്ത്യയിൽ വന്ന് നടത്തിയ ബിസിനസ് നിമിത്തം ക്രമേണ അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും വിലയ്ക്ക് വാങ്ങി അവർ ബിസിനസ് നടത്തി. ഒടുവിൽ അവരുടെ ആധിപത്യത്തിന് കീഴിലേക്ക് രാജ്യം വന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് അതിനുവേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ എത്രയോ ചരിത്ര സംഭവങ്ങളൊക്കെ സ്കൂളിലും മറ്റും പഠിക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പഠന നിമിത്തം കുട്ടികൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടും. എന്നാൽ അതിനേക്കാൾ വിശേഷിക്കപ്പെട്ട ഒരു സംഭവമാണ്
ക്രിസ്തുവേശുവിലൂടെ ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന യഥാർത്ഥമായ സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ ഒരു വലിയ വാഴ്ച നൽകിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം മനുഷ്യനോട് പറയുന്ന കാര്യങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചുവെന്നും ദൈവം അവരെ അനുഗ്രഹിച്ചതായി കാണുന്നു. തുടർന്ന് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവം നൽകിയ വാഴ്ച ഒരു സ്വർഗീയമായ കൽപ്പനയായിരുന്നു. പക്ഷെ വാഴേണ്ടവൻ പലതിനും അടിമയായി മാറേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവനിൽ കുടികൊണ്ട പാപമായിരുന്നു. അവനെ വഞ്ചിച്ചതായ സാത്താൻ, സ്തോത്രം, അവന്റെ അനുസരണക്കേട് നിമിത്തം സാത്താൻ അവന്റെ മേൽ ആധിപത്യം നടത്തിയിട്ട് തുടർന്ന് പല വിധത്തിലുള്ള അടിമത്വങ്ങളിലേക്ക് അവൻ പോകേണ്ടതായിട്ട് വന്നു. ഈ അടിമത്വങ്ങളിലൂടെ അവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഈ അടിമത്വങ്ങളെല്ലാം ഒരർത്ഥത്തിൽ അവന് സ്വാതന്ത്ര്യം പോലെ തോന്നുന്നതായിരുന്നുവെങ്കിലും അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അനേക ചതിക്കുഴികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ മനുഷ്യന്റെ മേൽ ആധിപത്യം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? സ്തോത്രം. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവന്റെ അവകാശം നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു, സാദൃശ്യം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അതിനപ്പുറത്ത് അവന്റെ നിത്യ അവകാശം അവന് നഷ്ടപ്പെടുകയായിരുന്നു. അവന്റെ നിത്യജീവൻ അവന് നഷ്ടപ്പെടുകയായിരുന്നു. നിത്യജീവൻ, നിത്യ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത്? മരണത്തോടുകൂടെ അവൻ എവിടേക്ക് പോകുന്നു? പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് അവന്റെ ആത്മാവ് നിപതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് അവന്റെ ജീവിതത്തിൽ ഒടുവിലായി സംഭവിക്കുന്നത്. അതിനു വേണ്ടിയായിരുന്നു സാത്താൻ അവനെ ആദ്യം അടിമപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനെ അടിമപ്പെടുത്തുവാൻ വേണ്ടി എന്തായിരുന്നു ചെയ്തത്? തന്ത്രപരമായി പലതും അവന് നൽകുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അരുത് എന്ന് പറഞ്ഞതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ദൈവം വേണ്ട എന്ന് പറഞ്ഞതിനൊക്കെ അവനിൽ കൂടുതൽ ആകർഷണം നൽകുകയാണ്. ആ തിന്നരുതാത്ത വൃക്ഷഫലം നോക്കി അത് വളരെ നല്ലതെന്ന് കണ്ടു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്, കാണുവാൻ നല്ലത്, ഇങ്ങനെ അതിങ്കിലേക്കൊരു ആകർഷണം സാത്താൻ അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാത്താൻ പലതിനെയും ആകർഷിപ്പിച്ച് മനുഷ്യനെ വഞ്ചിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും ലോകത്തിന്റെ മഹത്വങ്ങളെല്ലാം കാണിച്ചിട്ട് ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ മഹത്വങ്ങളെ കാണിച്ചിട്ട് യേശുവിനെ പോലും വഞ്ചിക്കാൻ ശ്രമിച്ച പിശാച് എത്രയോ പേരെ ഇന്നും അങ്ങനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ, ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ, ഈ ലോകത്തിന്റെ ഉയർച്ചകളിൽ, ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്കൊക്കെ മനസ്സ് ഇറങ്ങിപ്പോയി അതിങ്കൽ ആകർഷിക്കപ്പെട്ടിട്ട് അവർ അതിഭയങ്കരമായ വഞ്ചനയിൽ അകപ്പെട്ട് അടിമത്വത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള അടിമത്വത്തിൽ നിന്നൊക്കെ മനുഷ്യനെ പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. ആയതുകൊണ്ടാണ് പുത്രൻ നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. ലോകത്തിൽ മറ്റൊരിടത്തുനിന്നും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. ആ സ്വാതന്ത്ര്യത്തിന് അനേക പ്രത്യേകതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചു കേട്ടത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിടത്തോളം, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിടത്തോളം ഇനി ഒരു മനുഷ്യനും അടിമയായിരിക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും അടിമകളായി ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർ തന്നെയാണ്. കാരണം
ലോകത്തിലെ സകല മനുഷ്യരുടെയും വിടുതലിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ സകലവും നിവർത്തിച്ചു. സുവിശേഷകർ സുവിശേഷത്തിലൂടെ ഇത് മനുഷ്യനെ ബോധ്യമാക്കി കൊടുക്കുന്നത് മാത്രമാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിഷയമാണ്. ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? സകല അടിമത്വങ്ങളിൽ നിന്നും അവർ വിടുവിക്കപ്പെടുകയാണ്. പിശാച് അവന്റെ മേൽ കൊണ്ടുവരുന്ന ധാരാളം അടിമത്വങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നായ പല അടിമ മുഖങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലൊന്നാണ് മിസ്രയീമ്യ അടിമത്വം. ദൈവത്തിന് സ്തോത്രം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോഴും യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോഴും ഒക്കെ അവരെ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചതായി കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു മിസ്രയീമ്യ മുഖം അവരുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരെ അടിമകളാക്കുന്ന ഒരു മുഖം അവരുടെ കഴുത്തിൽ വച്ചതായി കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുവന്നായ മറ്റൊരു രാഷ്ട്രമായിരുന്നു അശൂർ. യെശയ്യാ പ്രവചനം 14:25 അശൂറിന്റെ മുഖം എടുത്തു കളയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ബാബിലോണ്യ മുഖം യിരെമ്യാ പ്രവചനം 28-ാം അധ്യായത്തിൽ 1-ാം വാക്യം 11-ാം വാക്യം തുടർന്ന് അനേക വേദഭാഗങ്ങളിൽ ബാബിലോന്യ മുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പലരുടെ മേലും ചുമത്തുന്ന സാത്താന്യ മുഖങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തെ സേവിക്കാത്തവന്റെ മേൽ വരുന്ന ഒരു മുഖത്തെ കുറിച്ച്, ഒരു അടിമ മുഖത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യമാണ്. കാരണം അതിനകത്ത് വിലയേറിയ പല വാക്തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യം. തുടർന്ന് ദൈവത്തെ ശരിയായി സേവിക്കാത്തവർക്കുണ്ടാകുന്ന ശാപങ്ങൾ, ദോഷങ്ങളൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 47-48 വാക്യങ്ങൾ വായിക്കുമ്പോൾ സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും സേവിക്കായകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് മുഖം വയ്ക്കും. ദൈവത്തെ ശരിയായി സേവിക്കാത്തവന്റെ മേൽ, ദൈവത്തെ ശരിയായി ആരാധിക്കാത്തവന്റെ മേൽ, ദൈവത്തെ നല്ല ഹൃദയ സന്തോഷത്തോടെ സ്തുതിക്കാത്തവരുടെ മേൽ സാത്താൻ ചെലുത്തുന്ന ഒരു അടിമ മുഖത്തെ കുറിച്ച് അവിടെ പറയുന്നു. ഇത് നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളാണ് വിശപ്പ്, ദാഹം, നഗ്നത, ഞെരുക്കങ്ങൾ, നാശം. ഇതൊക്കെ ഈ സാത്താന്യ മുഖത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേകരുടെ മേൽ ഈ മുഖം കൊണ്ടുവന്നിട്ട് അവരെ പല വിധത്തിൽ കഷ്ടങ്ങളിലാക്കി മാറ്റുന്നു. ഇന്നും സാത്താന്യ മുഖത്തിന്റെ കീഴിൽ ദുഃഖങ്ങൾ, വേദനകൾ, നെടുവീർപ്പുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആയിരങ്ങളുണ്ട്. എന്നാൽ തിരുവെഴുത്ത് എന്തു പറയുന്നു? ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ക്രിസ്തുവിന്റെ രക്തം നിമിത്തം, കാൽവറിയിൽ ഒഴുക്കപ്പെട്ട രക്തം നിമിത്തം ഇനി നീ അടിമയായിരിക്കേണ്ട, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നീ എടുത്ത് അനുഭവിച്ചു കൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ രക്തത്താലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നാം എടുത്ത് അനുഭവിക്കണം. എങ്ങനെ അത് അനുഭവിക്കാൻ സാധിക്കും? കർത്താവേ, നീ എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനാൽ എന്റെ അടിമ മുഖം തകർക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയുമ്പോൾ ആ രോഗത്തിന്റെ മുഖം, ആ ബലഹീനതയുടെ മുഖം, ആ കഷ്ടത്തിന്റെ മുഖം, ആ ഭയത്തിന്റെ മുഖം, ആ ഭാരത്തിന്റെ മുഖം, ആ പ്രശ്നങ്ങളുടെ മുഖം തകർക്കപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. ആ മുഖം തകർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി രക്തത്തിൽ കൂടെയാണ്. പ്രവാചകൻ യെശയ്യാവ് പറയുന്നത്, പുഷ്ടി നിമിത്തം
നിമിത്തം മുഖം തകർന്നു പോകുമെന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിൽ അനോയിന്റിങ് എന്ന പദമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അഭിഷേകം നിമിത്തം ആ മുഖം തകർക്കപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വിവിധ മുഖങ്ങളുണ്ട്. എന്നാൽ ഇവിടെ വിശുദ്ധ പൗലോസ് വളരെ പ്രധാനമായ ഒരു സത്യം ദൈവജനത്തെ ഓർപ്പിക്കണം. അവർ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും അവരുടെ മേൽ ആധിപത്യം നടത്തിയ രണ്ട് പ്രധാന മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ രണ്ട് മുഖങ്ങളിൽ ഒന്ന് ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ ജീവിതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, നിങ്ങൾ അന്ന് ശിശുക്കളായിരുന്നു, അന്ന് ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ നിങ്ങൾ അടിമപ്പെട്ടിരുന്നു. സ്തോത്രം. ദൈവജനത്തെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖത്തെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും അവരുടെ ഇടയിൽ പല ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റിട്ട് പല ഭിന്ന അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുകയും ദൈവത്തിന് സ്തോത്രം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ചിന്തകളെ തിരിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് അവർ ആത്മീയ ജീവിതത്തിൽ ശിശുക്കളായിരുന്നു. തിരുവെടുത്ത് പറയുന്നത്, നിങ്ങൾ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം, ബുദ്ധിയിൽ നിങ്ങൾ മുതിർന്നവരായിരിക്കണം. കൊരിന്ത്യ സഭയിലുള്ള ശിശുക്കളായ മനുഷ്യരെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഒക്കെ ഇരിക്കെ നിങ്ങൾ ഇന്നും ശിശുക്കളാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ശിശുത്വ സ്വഭാവത്തിലേക്ക് അഥവാ ആത്മീയത്തിൽ ശിശുക്കളായിരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അവർ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടവരായിരുന്നു. അതായത് ഈ ഗൗസ് ഗോത്രക്കാരുടെ ഇടയിൽ അവർ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഇടയിൽ ജാതീയമായ പല ആചാരങ്ങൾ നിലനിന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജാതീയമായ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ സത്യദൈവത്തെ ശരിയായി സേവിക്കാൻ കഴിയാത്ത നിമിത്തം പല വിധത്തിൽ തെറ്റായ ആചാരങ്ങളിൽ മനുഷ്യർ വന്നുകൂടി. ഒന്നാമത്തെ മഹാപുരോഹിതനായ അഹരോന്റെ ശുശ്രൂഷ കാലങ്ങളിൽ പോലും തനിക്ക് പ്രമാണം ലഭിക്കുന്നതിന് മുൻപ് സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ ആർത്ത് അങ്ങനെ പോയതായ സംഭവം നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തെ നടത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആ വ്യക്തികളിൽ പോലും ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടായി. തുടർന്ന് എത്രയോ തെറ്റായ ആചാരങ്ങൾ കടന്നുകൂടി. സ്തോത്രം. മനുഷ്യനെ ഭയപ്പെടുത്തുന്നതിനെയൊക്കെ അവർ ആരാധിക്കാൻ തുടങ്ങി. മിഥ്യാമൂർത്തികളെ ആരാധിക്കാൻ തുടങ്ങി, സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി, ചന്ദ്രനെ ആരാധിക്കാൻ തുടങ്ങി, നക്ഷത്രങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, പ്രകൃതി ശക്തികളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതിയൊക്കെ അവർ ദേവന്മാരും ദേവികളുമാക്കി മാറ്റി. വിശുദ്ധ പൗലോസും ബർന്നാബാസും ഒക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടപ്പോൾ ആസിയിലുള്ള ജനങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞ് ഇന്ദ്രനും ബുധനും വെളിപ്പെട്ടു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവരുടെ അറിവ് അത്രയേ ഉള്ളൂ. ബുധൻ വെളിപ്പെട്ടു. ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ജ്യോതിർഗോളങ്ങളെ ഒക്കെ അവർ ആരാധ്യരാക്കി മാറ്റി. ഇങ്ങനെ അവർ അവരെ അടിമപ്പെടുത്തുന്ന ഒരു മുഖമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തെറ്റായ ആചാരങ്ങൾ, തെറ്റായ ആരാധനകൾ, പ്രകൃതി ശക്തികളിൽ ആരാധിച്ച് സത്യദൈവത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ദൈവത്തുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ ഭയങ്കര അടിമത്വമാണ്. ഇന്ന് നാം നോക്കിയാൽ എത്രയോ വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, നല്ല പഠിപ്പുള്ള അറിവുള്ള മനുഷ്യരൊക്കെ മിഥ്യാമൂർത്തികളുടെ മുമ്പിൽ ചെന്ന് വണങ്ങുന്നു. സ്തോത്രം. അതേ സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ പോയിരുന്ന് നമസ്കരിക്കുന്നു. എത്ര അധമമായ കാര്യമാണ്. ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, രൂപങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് ജീവനില്ല എന്നും, ഇത് മനുഷ്യന്റെ കൈവേലയാണെന്നും, ഇതിന് സംസാരിക്കാൻ കഴിയത്തില്ലെന്നും, ഇതിന് നമ്മോട് പ്രതികരിക്കാൻ കഴിയത്തില്ലെന്നും ഒക്കെ മനസ്സിലാക്കാൻ ഒരു കോളേജിലും പഠിക്കേണ്ട, ബൈബിൾ വായിച്ചില്ലേലും എല്ലാവർക്കും അറിയാം ഇതിന് ജീവനില്ലാത്തതാണ്. എങ്കിലും എത്ര അറിവുള്ള
വിദ്യാസമ്പന്നരായ മനുഷ്യർക്ക് ഇതിന് മുമ്പിൽ കുമ്പിടാൻ പോകുമ്പോൾ സ്തോത്രം എത്ര ഭയങ്കര അടിമത്വം അവരുടെ മേൽ വരുന്നു. എന്താണ് കാരണം? സ്തോത്രം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു എന്നാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. എത്രയോ മനുഷ്യ മനസ്സുകളെ ഈ ലോകത്തിൻ ദൈവം കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ ആധിപത്യം നടത്തുന്ന ദേവന്മാരുണ്ട്. ഓരോ ദേശങ്ങളിൽ മേൽ ആധിപത്യം നടത്തുന്ന പ്രകൃതി ശക്തികളുണ്ട്. ദൈവത്തിന് പ്രകൃതി ശക്തികളല്ല, അന്ധകാരത്തിന്റെ ശക്തികൾ. സ്തോത്രം, ഒരു ദൈവഭയത്തിന്റെ യുദ്ധങ്ങളുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. മനുഷ്യരോടുള്ള യുദ്ധമല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. എന്തൊക്കെയാണ് ആയുധങ്ങളെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എന്താണ് ആ ആയുധങ്ങൾ? സ്തോത്രം, സ്വലോകങ്ങളിലെ ദൈവത്തിന്റെ സർവായുധ വർഗമായ ആത്മാവിന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പോരാടുന്നു. എന്തിനോടാണ് പോരാടുന്നത്? ദൈവത്തിന്റെ ജനത്തോട് പോരാടുന്ന 4 ശക്തികളെ കുറിച്ച് എഫേസ്യർ 6-ൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേന, നേവി, ആർമി, എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഇങ്ങനെ 4 ശക്തികൾ, അതേ 4 ദിക്കുകളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. ആയതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, മുഴുവൻ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ എങ്ങനെ ലോകമായി തീർന്നു? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തിന്റെ കെയർ ഓഫിൽ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയെ സ്വാധീനപ്പെടുത്തിക്കൊണ്ട് ലോകം ദുഷ്ടന്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ മനുഷ്യരെ ദുഷ്ടൻ അധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകം അധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് ഒരു ഭാഗത്ത് നോക്കിയാൽ ലോകത്തിന്റെ സന്തോഷങ്ങൾ അവർക്കുണ്ട്, ലോകത്തിന്റെ പ്രതാപങ്ങൾ അവർക്കുണ്ട്, ലോകത്തിന്റെ ഉല്ലാസങ്ങൾ അവർക്കുണ്ട്, ലോകത്തിലെ ജോലി, സമ്പത്ത്, പേര്, പ്രശസ്തി എല്ലാം അവർക്കുണ്ടെങ്കിലും മറുഭാഗം നോക്കിയാൽ അവരുടെ അടിമകളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ എത്രയോ ലോകത്തിൽ മനുഷ്യരെ വലിയവരാക്കി മാറ്റുന്ന പ്രവൃത്തികളൊക്കെ സാത്താൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ സാത്താന്യ ആരാധന ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണം എന്താണ്? എത്രയോ ഇടങ്ങളിൽ സാത്താന്യ ആരാധനയുടെ വിങ്ങികൾ ഇന്ന് കൂടിക്കൊണ്ടേയിരിക്കണം. കേരളത്തിൽ തന്നെ എത്രയോ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? അതേ മനുഷ്യൻ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അതിൽ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത വെളിച്ചപ്പാടത്തെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഒരു വിഷയം മുൻപ് ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഓർപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ആഭിചാരത്തിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ, സാത്താന്യ ആരാധനകളിലൂടെ ഒക്കെ മനുഷ്യന്റെ അതേ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, ബിസിനസ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ള വലിയ കാര്യങ്ങളും നടത്തുന്നുണ്ട്. മികച്ചമായ ആരാധനകളും ഒക്കെ നടക്കുന്ന ആ കൂട്ടങ്ങളിൽ എന്താണ് അവർ കൊടുക്കുന്നത്? അവരുടെ വാഗ്ദാനം എന്താണ്? ലോകത്തെ നിങ്ങളെ വലിയവരാക്കി മാറ്റാം, കമ്പനിയുടെ 1-ാമത്തെ നിലയിൽ എത്തിച്ചേർക്കാം, ധാരാളം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവഭക്തിയിൽ മുൻപോട്ട് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവർ ഏത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും, കഷ്ടങ്ങൾ വന്നിരുന്നാലും സ്വർഗത്തിലേക്ക് മാത്രം നോക്കും. ഒരു കാര്യം സത്യമാണ്, അവങ്കിലേക്ക് നോക്കുന്നവരൊക്കെ പ്രകാശിതരായി തീരും. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. പിന്മാറി പോകരുത്, കലങ്ങി പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. നേരെ മുൻപോട്ട് പോയാൽ മതി. ശത്രു നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. അത് സത്യമാണ്. കാത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ട്, വിശുദ്ധീകരണവും ദൈവത്തിന്റെ പ്രമാണവും ഒക്കെ കാക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? സാത്താന്റെ അടിമകളായി മാറ്റപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ സുഖം, സന്തോഷം എല്ലാം അവർക്ക് നൽകുകയാണ്. എല്ലാ പ്രതാപങ്ങളും അവർക്ക് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവന്റെ അടുക്കലേക്ക് അനേകരെ കൊണ്ടുവരുന്നത്. സാത്താന്യ ആരാധനകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് മറവിടങ്ങളിൽ, ആരും അറിയാത്ത ഇടങ്ങളിലൊക്കെ, അതേ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് പ്രത്യക്ഷമായി രജിസ്റ്റർ ചെയ്ത ആരാധനാലയങ്ങളായി മാറിയിരിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വന്നുകൊണ്ടിരിക്കുക. അതെല്ലാം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയുടെ ഒരു തുടക്കമാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ഈ സാത്താന്യ ശക്തികൾ പൂർണ്ണമായി ലോകത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന് ഇന്ന് തടസ്സമായി നിൽക്കുന്ന ദൈവത്തിന്റെ സഭയാണ്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ അടിമപ്പെടുത്തുന്ന ഭയങ്കരമായ ഒരു ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല പ്രതാപങ്ങളിലേക്ക്, ഉയർച്ചയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ അടിമ മുഖം അവരുടെ മേൽ ചുമത്തിയിട്ട് അവര് ആ ദൈവികമായ ബന്ധത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സ്തോത്രം ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. സ്തോത്രം. ദേശത്തിന്മേൽ ആധിപത്യം നടത്തുന്ന, രാജ്യത്തിന്മേൽ ആധിപത്യം നടത്തുന്ന ദുഷ്ടശക്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ മാതൃസഭയിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം താൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഇങ്ങനെ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധനാലയത്തിന്റെ മുറ്റത്തിരുന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തിൽ ഒരു ശക്തി തന്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ ഈ ദേശത്തിന്മേൽ ആധിപത്യം നടത്തുന്ന ദേവിയാണെന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു ക്ഷേത്രത്തിന്റെ പേരൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ആ ദുഷ്ടാത്മാവിനെ ശാസിച്ചു കളഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ഓടിപ്പോവുകയും ആ ദിവസങ്ങളിൽ തന്നെ പല ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുവാനൊക്കെ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാക്കളെ തടയുന്ന, ദൈവികമായി മുൻപോട്ട് പോകാനുള്ള ആഗ്രഹങ്ങളെ തടയുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തടയുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. സ്തോത്രം. പല ദേശങ്ങളിൽ കേന്ദ്രമാക്കിയൊക്കെ പ്രവർത്തിക്കും. പാർസി രാജ്യത്തിൽ ആധിപത്യം നടത്തിയിരുന്ന ഒരു പ്രഭുവിനെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളൊക്കെ ഓരോ ദേശങ്ങളിൽ പ്രവർത്തിക്കും. എന്നാൽ ക്രിസ്തുവിലൂടെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, വിടുതലുണ്ട്. പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടുവിധ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബൈബിൾ വ്യക്തമായി ഓർപ്പിക്കുന്നു. ഒന്ന് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം, രണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള സ്വാതന്ത്ര്യം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തമായി ബൈബിൾ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള ദുഷ്ടാത്മ സേനകൾ പല ആധിപത്യം നടത്തിയിട്ട് പല ദുരാചാരങ്ങൾ കൊണ്ടുവരികയാണ്. എത്രയോ ക്രിസ്തീയ സഭകളിൽ ദുരാചാരങ്ങൾ പ്രവേശിച്ചു. ക്രിസ്തുവിനെ മൂലക്കല്ലായി, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ അടിസ്ഥാന കല്ലുകളായി, ജീവനുള്ള കല്ലുകളെ കൊണ്ട് സഭയെ പണിയുന്നു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വേദഭാഗങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ എത്രയോ സഭകളിൽ സ്ത്രീഹന്മാരെ അവരുടെ വ്യക്തികളെ മൂലക്കല്ലുകളാക്കിക്കൊണ്ട്, വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്രയോ സമൂഹങ്ങൾ സഭയാണെന്ന് പറഞ്ഞുകൊണ്ട് പണിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവേശു മൂലക്കല്ലാത്ത ഏതെല്ലാം സമൂഹങ്ങളുണ്ടോ അത് കർത്താവിന്റെ തിരുസഭയല്ല. ഏതാണ് തിരുസഭ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതൊരു ഡിനോമിനേഷൻ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെയോ എന്താണ്? ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ദൈവജനമായിരുന്നാലും ശരി, അവരുടെ ഒരു കെട്ടിടത്തെ പോലെയാണ്. പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ച് പണിയുന്ന ഒരു പണിയാണ് ദൈവസഭയുടെ പണി എന്ന് പറയുന്നത്. അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അതിന്റെ അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ദൈവത്തിന്റെ സത്യസഭയിൽ ക്രിസ്തുവേശു മൂലക്കല്ലായിട്ടുണ്ട്. അവിടെ അപ്പോസ്തലന്മാരെ കാണാം, അവിടെ ഉപദേശങ്ങളുണ്ട്. സത്യ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ദൈവത്തിന്റെ സത്യസഭ. ഒരു കെട്ടിടമല്ല, ഒരു സ്ഥലത്തെ അടിസ്ഥാനമാക്കിയോ, ഒരു കെട്ടിടത്തെ അടിസ്ഥാനമാക്കിയോ, ഒരു പേരിനെ അടിസ്ഥാനമാക്കിയോ അല്ല. ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, ദി പെന്തക്കോസ്റ്റ് മിഷൻ നമ്മുടെ ഒരു അഡ്രസ് ആണ്. ബൈബിളിൽ അങ്ങനെ ഒരു പേരില്ല, സ്വർഗത്തിലും അങ്ങനെ ഒരു പേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇങ്ങനൊരു മാർഗം, സ്തോത്രം, ഇങ്ങനൊരു ജീവിതം, ഇങ്ങനൊരു ഉപദേശത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേ നമ്മുടെ ഒരു അഡ്രസ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ബൈബിളിലെ ഒരു പേരല്ല. പിന്നെയോ സ്തോത്രം, പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സഭ, പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട സഭയെന്നേ അതിനർത്ഥമുള്ളൂ. ഇതൊക്കെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള വിഷയമാണ്. എങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന്റെ സഭയിൽ സ്തോത്രം ദുരുപദേശങ്ങൾ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. അങ്ങനെ കടന്നു വന്നാൽ അത് മലിനമായി പോകും. സ്തോത്രം. എന്നാൽ അങ്ങനെ ദുരുപദേശങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ദൈവമുണ്ടാക്കിയ മനുഷ്യൻ, ദൈവമുണ്ടാക്കിയ തോട്ടത്തിൽ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട് വേലികെട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ തോട്ടത്തിൽ പഴയ പാമ്പായ സർപ്പം കയറി ആദമിനെ ഹവ്വയെ വഞ്ചിച്ചു. എന്തുകൊണ്ട് വഞ്ചിച്ചു? തോട്ടം സൂക്ഷിക്കേണ്ട ചുമതല ദൈവം ആദാമിന് കൊടുത്തിരുന്നു. ആ സൂക്ഷിപ്പിൽ അവൻ അശ്രദ്ധ കാണിച്ചതുകൊണ്ട് അതിൽ സർപ്പം കയറി അവനെ വഞ്ചിച്ചു കളഞ്ഞു. ഇതുപോലെ സ്തോത്രം, നമ്മുടെ ഹൃദയമാകുന്ന വാതിലിനെ സൂക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. അതുകൊണ്ടാണ് അതേ സദൃശവാക്യങ്ങളിൽ
പ്രത്യേകം എടുത്തു പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. നമ്മുടെ ഹൃദയത്തെ ശരിയായി സൂക്ഷിക്കണം. സ്തോത്രം. ഹൃദയത്തിന്റെ വാതിൽ എല്ലായിടത്തും തുറക്കരുത്, ലോകത്തിന്റെ മുമ്പിൽ തുറക്കരുത്. ദൈവസന്നിധിയിലാണ് ഈ ഹൃദയത്തെ തുറക്കേണ്ടത്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും, അവിടെയാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾ പലരെയും അടിമപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ സത്യ ആരാധനയിൽ നിന്ന് അവർ വേർപെട്ടു പോയി. മാസങ്ങൾ, കാലങ്ങൾ ഇതിനെയൊക്കെ അവർ ആചരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അതാണ് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യർ 4:9 വായിക്കുമ്പോൾ, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളെ, മാസങ്ങളെ, കാലങ്ങളെ, ആണ്ടുകളെ പ്രമാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ തെറ്റായ ആചാരം, ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആണ്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ പല ആചാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, നമ്മൾ മാസത്തിൽ നടക്കുന്ന പ്രാർത്ഥനയോ, ആഴ്ചയിൽ നടക്കുന്ന കൂട്ടങ്ങളോ, പിന്നെ വർഷാവസാനം നടക്കുന്ന കൂട്ടങ്ങളോ അതിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. അതെ, ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുപ്പിക്കുവാൻ, വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ ജീവിതത്തെ പുതുപ്പിക്കുവാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള ആത്മീയ വർധനയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ആ അത്തിവൃക്ഷത്തിന്റെ അടുക്കൽ ചെന്നിട്ട്, സ്തോത്രം, ഈ ആണ്ട് കൂടെ ഫലമുണ്ടാകുമോ? ഓരോ വർഷവും ചെന്ന് നോക്കുകയാണ്. സ്തോത്രം. ഈ വർഷവും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ. ഇതുപോലെ സ്തോത്രം, മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നു. ചിലപ്പോൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, പ്രാരംഭ ദിവസങ്ങളിൽ പ്രാർത്ഥന നടത്തുന്നു. വർഷാവസാന കൂട്ടങ്ങൾ നടത്തുന്നു. ഇത് ആത്മീയ വർധനയ്ക്ക് വേണ്ടി, ചടങ്ങാചാരമല്ല. നമ്മുടെ ഇടയിൽ തന്നെ സ്തോത്രം, ഈസ്റ്റർ വീക്കിൽ നമ്മളൊരു പ്രാർത്ഥന വെക്കുന്നു. പണ്ട് പൂർവ്വകാലങ്ങളിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഇല്ലായിരുന്നുവെങ്കിലും പിൽക്കാലങ്ങളിൽ സ്തോത്രം ഇങ്ങനെ മുഴുവൻ ലോകത്തുമുള്ള അവധി ദിവസങ്ങളാണെന്ന് മാത്രം കണക്കാക്കി, സ്തോത്രം, മുഴുവൻ ലോകത്തിലുള്ള അവധി ദിവസങ്ങളാണെന്ന് മാത്രം കണക്കാക്കി, എല്ലാ വിഭാഗങ്ങൾക്കും അവധി ഉണ്ടല്ലോ എന്ന് കണക്കാക്കി ആ ഈസ്റ്റർ വീക്കിൽ ഒരാഴ്ച പ്രാർത്ഥന. സ്തോത്രം. ചിലർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നമ്മൾ അങ്ങനെ ആചരിക്കുന്നതുകൊണ്ടാണ് പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ തോന്നുന്നവർക്കാണ് ആ ചിന്ത വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എടുക്കാതെ അത് അവധി ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സ്തോത്രം, അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു എത്രയോ പേർ പുതുതായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, തിരുവത്താഴമെടുത്ത് ആത്മീയ വർധന പ്രാപിക്കുന്നു. പ്രയോജനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. എങ്കിലും ഗുഡ് ഫ്രൈഡേ നമ്മളൊരു ആചാരം നടത്തുന്നില്ല. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് എല്ലാ ദിവസങ്ങളും അവർക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. ദൈവത്തിന് സ്തോത്രം. അതായത് ക്രിസ്തുവിന്റെ ക്രൂശിനെ ദിവസവും ധ്യാനിക്കേണ്ടവരാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിരുവെടുത്ത് എന്ത് പറയുന്നു? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ക്രൂശിനെ ദിവസവും നമ്മൾ ധ്യാനിക്കേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിലെ പേര് ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. ദൈവത്തിന് സ്തോത്രം. അതെ, അത് യേശുക്രിസ്തു സാത്താനെ ജയിച്ച, ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ വെള്ളിയാഴ്ചയാണ്. ദുഃഖിച്ചിരിക്കേണ്ടതല്ല, ജയോത്സവം ഘോഷിക്കേണ്ട വെള്ളിയാഴ്ചയാണത്. ദൈവത്തിന് സ്തോത്രം. ഞാനിനി അടിമയല്ല എന്ന് പാടേണ്ട ദിവസമാണത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും ദുരാചാരങ്ങൾ, സ്തോത്രം, ക്രിസ്തുവിന്റെ ആ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകേണ്ടതിന് പകരം ഒരു കഷ്ടവും സഹിക്കാൻ കഴിയാതെ ആ ദിവസം കുരിശിൽ ചുമന്നുകൊണ്ട് പോകുന്നവരുണ്ട്. ആ ദിവസം കയ്പുകാടി കുടിക്കുന്നവരുണ്ട്. അന്ന് കയ്പുകാടി കുടിച്ചിട്ട് പിന്നെ ഏത് വെള്ളം അവർ കുടിക്കുന്നത് ചോദിച്ചാൽ ആടിയാടി നടക്കുന്ന വെള്ളമൊക്കെ അവർ കുടിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അവർ കുരിശൊക്കെ ചുമന്നുകൊണ്ട് പോകാറുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞത്, അത് ചുമക്കണമെങ്കിൽ അകത്ത് 100 ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ദുരാചാരങ്ങളാണ്. സ്തോത്രം. ദൈവികമായ ബന്ധമില്ലാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഇങ്ങനെയുള്ള പ്രവണതകൾ അവരെ അടിമപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളാകുന്ന അടിമ മുഖത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകണം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ക്രിസ്തുവിന്റെ ക്രൂശിനെ വിശ്വസിക്കുന്നവർക്ക് ഈ ദുരാചാരങ്ങളൊന്നും പാടില്ല. രണ്ടാമത് മറ്റൊരടിമ മുഖമുണ്ട്.
അതാണ് ന്യായപ്രമാണമാകുന്ന അടിമോഹം. ഇത് അനേക ക്രിസ്തീയ വിഭാഗങ്ങളിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണ്. ഞാൻ ചുരുക്കത്തിൽ ഓർപ്പിച്ച് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തെ കുറിച്ച് പല ചിന്താഗതികൾ മനുഷ്യനുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ന്യായപ്രമാണം എന്നത് ഒരു നുകമാണോ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ അടിമപ്പെടുത്തി മനുഷ്യനെ നശിപ്പിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഒരിക്കൽ പരീശന്മാർ ശാസ്ത്രിമാരൊക്കെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിവില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് തിരുവഴുത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം വിശുദ്ധ പൗലോസ് പറയുന്ന ആ വിഷയങ്ങളാണത്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസ് പറയുന്ന ആ വിഷയങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിവില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത്. ഈ നുകം എന്ന് പറയുന്നത് ന്യായപ്രമാണമാകുന്ന നുകത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഓർപ്പിക്കാം, എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണത്താൽ നമുക്ക് എന്താണ് നേട്ടം? ന്യായപ്രമാണം കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സ്തോത്രം, തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ന്യായപ്രമാണം എന്നാണ് മനുഷ്യന് ലഭിച്ചത്? സൃഷ്ടിക്ക് ശേഷം ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് ശേഷമാണ്. അഥവാ ഏതാണ്ട് BC 1500 കാലഘട്ടങ്ങളിലാണ് സീനായി മലയുടെ മുകളിൽ വെച്ച് ന്യായപ്രമാണം മനുഷ്യന് മോശ മുഖാന്തരം ലഭിക്കുന്നത്. മോശ എന്ന ദൈവപുരുഷൻ മുഖാന്തരം സീനായി മലയുടെ മുകളിൽ വെച്ചാണ് ന്യായപ്രമാണം ലഭിക്കുന്നത്. അതിനു മുൻപ് അങ്ങോട്ട് 2500ഓളം വർഷങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവരെങ്ങനെ ജീവിച്ചു? ആ കാലത്തെ കുറിച്ചാണ് മനസാക്ഷി യുഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ വീഴ്ച മുതൽ ന്യായപ്രമാണം കിട്ടുന്ന കാലഘട്ടം വരെ മനസാക്ഷി യുഗം എന്നറിയപ്പെടുന്നു. എന്നാൽ BC 1500 സീനായി മലയിൽ വെച്ച് ദൈവം പ്രമാണം കൊടുക്കുന്നു. ഈ പ്രമാണം എങ്ങനെ ലഭിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതിന് സ്തോത്രം ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ശരിക്കും അറിവ് കിട്ടുന്ന 3 പുസ്തകങ്ങളാണ്. 1 റോമാലേഖനം, 2 ഗലാത്യ ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങളും ശരിക്കും പഠിച്ച സ്തോത്രം ഏറെക്കുറെ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഡിഫറൻറ്റ് എത്രമാത്രം ഉണ്ടെന്നും അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്നും നമുക്ക് വ്യക്തമായി പഠിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ സഭയോട് വിശുദ്ധ പൗലോസ് പ്രത്യേകം ഓർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഈ പ്രമാണം അവർക്ക് ലഭിക്കുന്നത്? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യന്റെ വീഴ്ച നിമിത്തം, മനുഷ്യന്റെ തെറ്റുകൾ നിമിത്തം അതിന് ഒരു പരിഹാരത്തിന് വേണ്ടി, അഥവാ മനുഷ്യന്റെ വീഴ്ച നിമിത്തം ഉണ്ടാക്കിയ ഒരു പ്രമാണമാണ് ഈ ന്യായപ്രമാണം. എന്നാൽ അതിനകത്ത് ചില ദോഷങ്ങളുണ്ട്. ദോഷങ്ങളുള്ള ഈ പ്രമാണം എന്തിന് മനുഷ്യന് ദൈവം തന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ആൻസർ ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടിരുന്നാൽ ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അതായത് അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഈ ന്യായപ്രമാണത്തിന്റെ അപൂർണതയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ പാപസംബന്ധമായ ഒരു മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. 6-ാം അധ്യായത്തിൽ പാപസംബന്ധമായ മരണം, സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം പറയുമ്പോഴാണ് ആ വിഷയം വിശുദ്ധ പൗലോസ് പറയുന്നത്. പാപസംബന്ധമായി മരിക്കുന്നത് എന്തിനാണ്? ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ. ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാണ് പാപസംബന്ധമായി മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, പാപസംബന്ധമായി മരിച്ചവരാണ് കുഴിച്ചിടപ്പെടുന്നത്. അവരാണ് സ്നാനത്തിലൂടെ
ജീവന്റെ പുതുക്കത്തിൽ വരുന്നത്. അപ്പോ ജീവന്റെ പുതുക്കത്തിൽ വരേണ്ടവർ പാപസംബന്ധമായി മരിക്കണം. ഇല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചില്ലെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ വരാൻ സാധ്യമല്ല. ഞാൻ സ്നാനം സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ പാസ്റ്റർ KC വർഗീസ് അവர்களാണ് സ്റ്റഡി എടുക്കുന്നത്. ദൈവത്തിന് അദ്ദേഹം ചോദിച്ചു, നിനക്ക് മരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇത് വരുന്നവരെയൊന്നും മുക്കി വിടുന്നതല്ല, നിനക്ക് മരിക്കാൻ തയ്യാറുണ്ടോ? സ്തോത്രം. എന്നിട്ട് അദ്ദേഹം ഒരു സ്റ്റഡി എടുത്തു, എങ്ങനെയാണ് മരിക്കേണ്ടത്. പാപം മരിക്കുന്നില്ല, പാപത്തിന് നമ്മൾ മരിക്കണം, പാപ സംബന്ധമായി മരിക്കണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മുഴങ്കാൽമേൽ പറഞ്ഞു, ഞാൻ ലോകത്തിന് മരിച്ചു, ഞാൻ പാപത്തിന് മരിച്ചു, ഞാൻ സ്വയത്തിന് മരിച്ചു. ഞാൻ ഓരോന്നും ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒന്ന് കൈവച്ചു പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു മരണമുണ്ടായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. സ്തോത്രം. തുടർന്ന് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഒരു പുതു മനുഷ്യനായി, വേറൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കയറി വരുന്നത്. അപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു വലിയ മഹത്വം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത്, പാപസംബന്ധമായി മരിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. എന്നാൽ ജീവനായി ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് ഗലാത്യർ 2:19 വിശുദ്ധ പൗലോസ് തന്റെ അനുഭവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പൊ പാപസംബന്ധമായി മരിച്ചതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന് ഞാൻ മരിച്ചു, ഇനി ഞാൻ ന്യായപ്രമാണത്തിനല്ല ജീവിക്കുന്നത്, ദൈവത്തിനായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, പിന്നെ നിവർത്തിക്കാൻ വന്നു. എങ്ങനെ നിവർത്തിച്ചു? ക്രൂശിൽ നിവർത്തിച്ചു. ന്യായപ്രമാണത്തെ ക്രൂശിൽ നിവർത്തിച്ചു, എന്നിട്ടൊരു പുതിയ നിയമം സ്ഥാപിച്ചു. ആയതുകൊണ്ട് ഇനി ന്യായപ്രമാണ പ്രകാരമല്ല നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. സ്തോത്രം. ന്യായപ്രമാണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്താണ്. പിന്നെ എന്തിനാണ് തന്നത്? ദൈവത്തിന് അറിയാൻ വയ്യായിരുന്നോ ഇത് ഇനി മുൻപോട്ട് പോകാൻ പറ്റിയതല്ല? ന്യായപ്രമാണം, അതായത് ഗലാത്യ ലേഖനത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. ക്ലിയർ ആയിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? ക്രിസ്തുവിനാലാണ്. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് അത് വ്യക്തമായി ഓർപ്പിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ, സ്തോത്രം, ആ പ്രവൃത്തികളാൽ അവർ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ജഡവും ന്യായപ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെയോ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. തിരുവെഴുത്തത് നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ അത്രേ, ന്യായപ്രമാണത്തിലെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഇപ്പൊ ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ആയതുപോലെ ഗലാത്യർ 5:4 എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഇല്ലെങ്കിൽ അവൻ ഇച്ഛിച്ചാൽ, അവൻ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ഇച്ഛിച്ചാൽ അവൻ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഇപ്പൊ ന്യായപ്രമാണത്തിലൂടെ നീതി പ്രാപിക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവർ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്താൽ ഒരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ എന്തിന് ന്യായപ്രമാണം തന്നു എന്നൊരു ചോദ്യമില്ലേ? അതിന്റെ ആൻസറാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. പലർക്കും അങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം എന്നുവരെയായിരുന്നു?
എന്നുവരെയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു? തിരുവെഴുത്തിലേക്ക് നമുക്ക് പോകാം. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് വ്യക്തമായി ഓർപ്പിക്കുന്നു. അതിനെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം എന്നുള്ളത് 2 നിയമങ്ങളായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. അതിനു മുൻപ് ന്യായപ്രമാണത്തെ കുറിച്ച് ഗലാത്യലേഖനത്തിൽ പറയുന്നത് അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത് മാത്രമല്ല, പിന്നെ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് വരെ. അതാണ് 3:19 എഴുതിയിരിക്കുന്നത്. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ജീവിപ്പാൻ നൽകിയ ഒന്നായിരുന്നു. ഇനി ഒന്നുകൂടെ ക്ലിയറായിട്ട് പഠിച്ച ഗലാത്യർ 3:24 എഴുതിയിരിക്കുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്കൊരു ശിശുപാലകനായി ഭവിച്ചു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അടുക്കൽ വരെ കൊണ്ടുവിടുക, അതിനുള്ള വഴികാട്ടിയായിരുന്നു ന്യായപ്രമാണം. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതാ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലെ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറുന്നതിന് മുൻപ് അതുവരെ അവരെ പഠിപ്പിച്ച ഒരു നഴ്സറി സ്കൂളായിരുന്നു ഇത് ന്യായപ്രമാണം. അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ ശിശുക്കളായിരിക്കുന്നവർക്ക് ഈ ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അപ്പോൾ യാഥാർത്ഥ്യം വെളിപ്പെടുന്നവരെ, ക്രിസ്തു വെളിപ്പെടുന്നതുവരെ, കൃപയുടെ കാലം തുടങ്ങുന്നതുവരെ അവരെ നടത്തിയ ഒരു ശിശുപാലകനായിരുന്നു. സ്തോത്രം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചെന്ന് കയറുന്നതിന് മുൻപ് അവിടെ വരെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്, പ്ലേ സ്കൂൾ പറഞ്ഞാൽ മതി, മനസ്സിലാവുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ പ്ലേ സ്കൂളായിരുന്നു ഏതാണ്? ന്യായപ്രമാണം. ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് 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 ഒടുവിൽ ക്രിസ്തു വന്നപ്പോൾ, ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അത് നിന്നുപോയി. അപ്പൊ ക്രിസ്തു വരെ മാത്രം ആയിരുന്നു അതിന്റെ നിലനിൽപ്പ്. ദൈവത്തിന് സ്തോത്രം. അത് യേശു തന്നെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന്, 5-ാം വാക്യമല്ല 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ആയതുകൊണ്ടാണ് ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം ചീന്തിപ്പോകാൻ ക്രിസ്തുവിന്റെ മരണത്തിൽ ദൈവം അനുവദിച്ചത്. ദേവാലയത്തിലേക്ക് പോകുന്നിടത്തൊരു തിരശീല ഉണ്ടായിരുന്നു. പരിശുദ്ധ സ്ഥലത്തെയും മഹാപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീല. സ്തോത്രം. അവിടെ ആർക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ? മഹാപുരോഹിതന്, ഒരു ഹൈപ്രീസ്റ്റിന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ അവകാശമുള്ളൂ. എന്നാൽ ഇതാ എല്ലാവർക്കും അവിടേക്ക് ചെല്ലാം. അതുകൊണ്ടാണ് എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തോടെ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഒരു സമയത്ത് കൃപാസനത്തിലേക്കുള്ള യാത്ര എല്ലാവർക്കും വിലക്കിയിരുന്നു. ഒരു മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ 2 പ്രാവശ്യം തന്റെയും കുടുംബത്തിന്റെയും ജനത്തിന്റെയും പാവപരിഹാരത്തിന് വേണ്ടി അവർ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. അന്ന് അവരോട് ചെല്ലാൻ അനുവാദമില്ല, തിരശീലിട്ട് മൂടിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ ആ തിരശീല 2ആയി ചീന്തിയത് കൊണ്ട് ഇപ്പോൾ വരാൻ വിളിക്കുകയാണ്. എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുകയാണ്. ന്യായപ്രമാണം നീങ്ങിപ്പോവുകയാണ്. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അതുപോലെ ന്യായപ്രമാണത്തെ കുറിച്ച് തിരുവെടുത്ത് പറയുന്ന എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. വരാൻ പോകുന്ന നന്മകളുടെ നിഴലാണ്, അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗത്താൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇതിനെ പറയുമ്പോൾ മനസ്സിലാകുമോ? ദൈവത്തിന് സ്തോത്രം. കൂടെ കൂടെ നടത്തുന്ന ഈ യാഗങ്ങൾ കൊണ്ട്
സൽഗുണപൂർത്തി വരുത്താൻ സാധിക്കില്ലെന്ന്. സ്തോത്രം. അതിന് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഒരു ശരിയായ യാഗം കാൽവറിയിൽ നടത്തി. കാൽവറിയിലെ യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? കാൽവറിയിലെ യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ന്യായപ്രമാണ കാലത്ത് നടത്തിയ യാഗങ്ങളെല്ലാം ഒരു മൃഗത്തെ, ഒരു ആട്ടുകൊറ്റനെ യാഗമാക്കണമെങ്കിൽ അതിനെ ആ പുരോഹിതൻ തൻ്റെ ബലപ്രയോഗത്തിലൂടെ അവിടേക്ക് കൊണ്ടുവന്ന് അതിനെ യാഗം നടത്തുന്നു. അതിന് തലയിൽ കൈവച്ച് തോലുരിച്ച് കണ്ണം കണ്ണമായി നുറുക്കി കുടലുകാലുകളൊക്കെ കഴുകി അടുക്കപ്പെട്ട വിറകിന്മീതെ വെച്ച് അത് യാഗമായി തീരുന്നു. സൗരഭ്യവാസനയായ യാഗമായി തീരുന്നു. ഇങ്ങനെ യാഗത്തിന്റെ പ്രമാണങ്ങളൊക്കെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ഈ പുരോഹിതൻ നടത്തിയ യാഗങ്ങളൊക്കെ ഈ മൃഗത്തിന്റെ സമ്മതത്തോടെയല്ല. ആണോ? ഒരു മൃഗമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ യാഗപീഠത്തിന്റെ അടുക്കൽ വെച്ച് വെട്ടിയേക്കാൻ പറയുമോ? യാഗപീഠത്തിന്റെ കൊമ്പുകളോട് യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീനെന്നാണ്. എന്തുകൊണ്ടാണ് കയറുകൊണ്ട് കെട്ടേണ്ടിയിരിക്കുന്നത്? അത് സ്വയമേ വന്നതല്ല, അതിനെ വിളിച്ചോണ്ട് വന്നതാണ്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകത്തിലേക്ക് വരുന്നത്? ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. സ്തോത്രം. ക്രൂശിക്കപ്പെടാൻ പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ സ്വയമേ ഇതാ ക്രിസ്തു വരുന്നു. അതോടുകൂടെ അപൂർണമായ യാഗം നിന്നുപോയി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമുക്ക് കോഴിയെ വിട്ടും കാളയെ വിട്ടും ഇങ്ങനെയുള്ള ബലിചെലുത്തലുകളൊന്നും അക്ഷരീയമായതൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ഈ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ പ്രമാണങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ യഥാർത്ഥമായ യാഗം കാൽവരിയിൽ നടന്നു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാ യാഗങ്ങളും ക്ലോസ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറിയത് അതിനൊരു നിഴലാണ്. ദേവാലയത്തിലെ തിരശീല ചീന്തപ്പെട്ടതിനൊരു നിഴലാണ്. സ്തോത്രം. ഇപ്പോൾ പറയുന്നത് ന്യായപ്രമാണം വരുവാൻ പോകുന്ന നന്മകളുടെ നിഴലാണ്. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, യാഥാർത്ഥ്യമല്ല, അത് നിഴൽ മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുള്ള നിഴലായിട്ട് കൈപ്പണിയല്ലാത്ത കൂടാരത്തിൽ പ്രവേശിച്ചു. അന്ന് കൈപ്പണിയായ കൂടാരവും പൗരോഹിത്യമായിരുന്നു. സ്തോത്രം. ആയതുപോലെ ഈ ന്യായപ്രമാണം മാറിയപ്പോൾ സ്തോത്രം അവിടെ പൗരോഹിത്യവും മാറുകയാണ്. പഴയ നിയമകാലത്ത് ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. അഹരോന്റെ ക്രമപ്രകാരമുള്ള ലേവ്യ പൗരോഹിത്യം ഉണ്ടായിരുന്നു. അതിന് മാറ്റമുണ്ടായി. ഇപ്പോൾ നിലവിലുള്ള പൗരോഹിത്യം ഏതാണ്? ഇപ്പോൾ പൗരോഹിത്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയും? എന്ത് പറയും? ഇപ്പോഴും പൗരോഹിത്യമുണ്ട്. ഏത് പൗരോഹിത്യമാണ്? ദൈവത്തിന് സ്തോത്രം. ഇതാ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരേണ്ടതിന്റെ ആവശ്യം എന്താണ്? സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, പൗരോഹിത്യം മാറിപ്പോയ പക്ഷം ന്യായപ്രമാണത്തിന് മാറ്റം വരാൻ ആവശ്യം. സ്തോത്രം. ഇവിടെ ഒരു പൗരോഹിത്യം ഏതാണ്? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. മൽക്കീസേദെക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് ഒരു ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. മൽക്കീസേദെക്ക് എന്ന് പറയുമ്പോൾ ഇന്നും അതിനെക്കുറിച്ച് അറിവില്ലാത്ത പെന്തിക്കോസ്ത് വിഭാഗങ്ങൾ വരെയുണ്ട്. അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. മൽക്കീസേദെക്ക് ആരാണെന്ന് ബൈബിൾ പഠിക്കുന്നവർക്കറിയാം. ആരാണ്? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് മൽക്കീസേദെക്ക്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. അത് ബൈബിൾ ക്ലാസ്സിൽ വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ക്രിസ്തു ആണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു അല്ല എന്ന് ഞാൻ തെളിയിച്ചു തരാം. ദൈവത്തിന് സ്തോത്രം. അതായത് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ എന്ന് ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ശാലേം രാജാവ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, രാജാക്കന്മാരെ ജയിച്ചു വണങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചവൻ എന്ന് പറഞ്ഞിട്ട് ഈ മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 4000-ഓളം വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിനെ അനുഗ്രഹിച്ചെന്ന് പറയുന്നു. സ്തോത്രം. ഭൂമിയിലെ ഒരു രാജാവല്ല, പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവ അവസാനവുമില്ല.
എന്ന് പറയുമ്പോൾ ലോകത്തിലൊരു മനുഷ്യനല്ല എന്ന് ക്ലിയറാണ്. സ്തോത്രം. അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അബ്രഹാം ആരാണ്? ഗോത്രപിതാവാണ്. അബ്രഹാമിന്റെ സന്തതിയാണ് ലേവി ഗോത്രം. ലേവി ഗോത്രത്തിന്റെ പിതാവായ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് തർക്കമേതുമില്ലല്ലോ എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ അബ്രഹാമിനേക്കാൾ വലിയവനായിരുന്നു മെൽക്കിസെദെക്ക് എന്ന് പറഞ്ഞാൽ ലേവ്യ പൗരോഹിത്യത്തെക്കാൾ വലിയ പൗരോഹിത്യമാണ് മെൽക്കിസെദെക്കിന്റെ പൗരോഹിത്യം. ഇത് ക്രിസ്തു അല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതാണ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല, പിന്നെ ദൈവപുത്രന് തുല്യൻ. ദൈവപുത്രൻ ആരാണ്? ക്രിസ്തു. ദൈവപുത്രന് തുല്യൻ എന്ന് പറയണോ? പിന്നെ ദൈവപുത്രന് തുല്യൻ എന്ന് പറയുമ്പോൾ ആഴമായി പഠിക്കേണ്ട, ഒത്തിരി കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിക്കേണ്ട, മനസ്സിലാകുന്ന ഭാഷയിൽ അത് എഴുതിയിട്ടുണ്ട്. എന്താണ് ദൈവപുത്രന് തുല്യൻ? ദൈവപുത്രന് തുല്യനായി വെളിപ്പെടുത്തുന്നത് ആരാണ്? സ്തോത്രം. അത് ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവപുത്രന് തുല്യനായി വെളിപ്പെട്ട ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ പൗരോഹിത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് എബ്രായർ 9:14. അതിനെക്കുറിച്ച് മുൻപ് ഓർപ്പിച്ചതാണ്. ഇനി ഇവിടെ ദൈവപുത്രന് തുല്യൻ എന്ന് പറയുമ്പോൾ ഇനി 15-ാം വാക്യത്തിലേക്ക് 7-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസെദെക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു എന്ന് പറഞ്ഞാൽ മൽക്കീസെദെക്കിന് സദൃശ്യനായി ഉദിച്ച ഒരു പുരോഹിതൻ അതാരാണ്? മൽക്കീസെദെക്കിന് സദൃശ്യനായി ഉദിച്ച പുരോഹിതൻ ആരെ കുറിച്ചാണ് പറയുന്നത്? നീ മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന ആണയിട്ട് പറഞ്ഞത് ആരെ കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. അവിടെ എഴുതിയിരിക്കുന്ന മൽക്കീസെദെക്കിന്റെ സദൃശ്യൻ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മൽക്കീസെദെക്കിന് ഒപ്പമായിരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാൾ ഇതാ വേറെ ഉദിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൽക്കീസെദെക്ക് ഒരിക്കലും ക്രിസ്തു അല്ല, ക്രിസ്തുവിന് സദൃശ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ അതേ പൊസിഷനാണ്. ദൈവത്തിന് സ്തോത്രം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് മെൽക്കിസെദെക്ക്. അത് തെളിയിക്കുവാൻ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇപ്പോൾ അതിന്റെ സമയമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഈ ന്യായപ്രമാണം പൗരോഹിത്യം മാറിപ്പോകുമ്പോൾ ന്യായപ്രമാണവും മാറേണ്ടത് ആവശ്യമെന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമായി ഓർപ്പിക്കുന്നത് അപ്പോൾ തന്നെ വായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ന്യായപ്രമാണം ഒരു ശിശുപാലകനായി ഭവിച്ചു. അത് ക്രിസ്തു വരെ മാത്രമായിരുന്നു. പുതിയ പൗരോഹിത്യം വന്നു. ഇതാ കൃപയുടെ പ്രമാണത്തിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്താൽ ആരെങ്കിലും നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കൃപയിൽ നിന്ന് വീണുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണത്തെ ഒരു ശാപമെന്ന് വരെ ബൈബിൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തിന് കീഴിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ശാപത്തിന് കീഴിലാണ്. എങ്ങനെയാണ് ആ ശാപം ഉണ്ടാകുന്നത്? ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് അത് നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ എന്താണ് ശാപം? ഗലാത്യലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാണ്. എങ്ങനെയാണ്? ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെ ചെയ്യുവാൻ തക്കണം. അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ അവൻ ഒന്നും തെറ്റിച്ചാൽ അവൻ ആരാണ്? ശപിക്കപ്പെട്ടവനാണ്. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം എഴുതിയിരിക്കുന്ന ഒക്കെ ചെയ്യുവാൻ തക്കണം. അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആയതുകൊണ്ട് ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും.
പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയാണ് ന്യായപ്രമാണം. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും എഴുതിയിരിക്കുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതൊരു ഡീപ്പർ ട്രൂത്താണ്. ദൈവത്തിന് സ്തോത്രം. അത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം പൂർണ്ണമായി ആചരിക്കാത്തവർ ശാപത്തിന് കീഴിലാണ്. തിരുവെടുത്ത് എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചിട്ട് ക്രിസ്തുവിലൂടെ നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം തന്നു. ഇന്നും ആ പഴയ ന്യായപ്രമാണ പ്രകാരമുള്ള ആരാധനയും അതേ ബലിപീഠവും അതേ ധൂപവും അതേ വിളക്കും അതേ കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോയാൽ അവരെന്നും ആ ശാപത്തിന്റെ കീഴിൽ തന്നെ ഇരിക്കുമെന്ന് ബൈബിൾ വ്യക്തമായി പ്രസ്താവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ന്യായപ്രമാണത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് നിങ്ങൾ വേർപെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മെ ക്രിസ്തുവിലൂടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥമായി സ്വതന്ത്രരായി മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? നമ്മൾ രണ്ട് വിധത്തിലുള്ള അടിമനുഭവത്തെ കുറിച്ച് പ്രധാനമായി ചിന്തിച്ചു. ഈ ലോകത്തിന്റെ തെറ്റായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, നമ്മുടെ അജ്ഞാന കാലത്ത് നമ്മൾ സേവിച്ചു വന്ന മാതൃകകൾ, അത് ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾ. രണ്ട്, ന്യായപ്രമാണമാകുന്ന ആദിപാഠങ്ങൾ. ഇത് രണ്ടും മനുഷ്യനെ ഇന്ന് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ക്രിസ്തുവിന്റെ ക്രൂസ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, അതിൽ ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നാം ഒന്നിനും അടിമയായിരിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവപ്രമാണങ്ങൾ ഒഴികെ ഒന്നും അടിമപ്പെടുത്താൻ പാടില്ല. സ്തോത്രം. ലോകത്തിൽ ദൈവികമല്ലാത്ത ഒന്നിന് നമ്മൾ അടിമയായി തീരരുത്. അപ്പോ നമുക്ക് അടിമത്വമില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. രണ്ട്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സകല അടിമത്വങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ദൈവേഷ്ടം പൂർണ്ണതയോടെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവേഷ്ടം പൂർണ്ണമായി ചെയ്യുവാൻ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മെ തടയുന്ന സകല ശക്തികൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിൽ ഉത്തരവാദിത്വം എടുക്കും. നിങ്ങൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിനായി സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും അത് വഴി മാറിപ്പോകും. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. ഈ സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ നടക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാ അടിമത്വത്തിൽ നിന്നുള്ള വിടുതലും ദൈവ ഇഷ്ടം പൂർണ്ണതയോടെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെയും നമ്മളെ ഈ അടിമമുഖം നമ്മുടെ മേൽ വരാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിന്നില്ലെങ്കിൽ പിന്നെയും സാത്താനും ലോകവും ന്യായപ്രമാണവും ഒക്കെ നമ്മെ അടിമപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുൻപോട്ട് പോകണം. ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ സ്വാതന്ത്ര്യം എന്താണ്? ദൈവീഷ്ടം പൂർണ്ണതയോടെ ചെയ്യുവാൻ, കർത്താവിന്റെ വരവിൽ കർത്താവിനെ എതിരേൽക്കാനുള്ള സ്വാതന്ത്ര്യം, ശത്രുവിനെ മെതിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം, ശത്രുവിന്റെ ആയുധങ്ങളെ കണ്ട് ഭയപ്പെടാതെ മുൻപോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓരോരുത്തരെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എത്ര പേർക്ക് പറയാൻ സാധിക്കും യേശു
സ്വതന്ത്രനാക്കി, യേശു എന്നെ സ്വതന്ത്രയാക്കി. ഇനി ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ മുൻപോട്ട് പോകും. സ്തോത്രം. ഒരന്യായ ബന്ധനങ്ങളും എന്നെ അടിമപ്പെടുത്തുവാൻ സാധ്യമല്ല. ഇത് വിശ്വാസത്താൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ അത്രേ പ്രിയരെ. ഈ ദുഷ്ടലോകത്തിൽ നാം കർത്താവിനെ നോക്കി മുൻപോട്ട് പോകുമ്പോൾ ഏറെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ക്രിസ്തു എന്നെ സ്വതന്ത്രനാക്കി. ഇനി ഞാൻ യാതൊന്നിനും അടിമയല്ല, മറ്റൊന്നിനും അടിമയല്ല, അന്യായ ബന്ധനങ്ങൾക്ക് അടിമയല്ല, ഫറവോന്യ ശക്തികൾക്ക് അടിമയല്ല, മിസ്രൈമ്യ ശക്തികൾക്ക് അടിമയല്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ യേശുവിന് സ്വന്തമാണ്, ഞാൻ എൻ്റെ യേശുവിന് സ്വന്തമാണ് എന്നൊരു ബന്ധത്തിലേക്ക് വരുന്നു. മറ്റൊന്നിൽ നിന്ന് വേർപെട്ട് വേറൊന്നിലേക്ക് ചേരുകയാണ്. അതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വെറും സ്വാതന്ത്ര്യമല്ല, ലോകം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യമല്ല, ലോകം സന്തോഷിക്കുന്ന സന്തോഷമല്ല, സ്വർഗീയമായ നിത്യ സന്തോഷത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സ്വാതന്ത്ര്യം. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ഇന്നത്തെയോ ക്രിസ്ത്യാനികൾ, സ്തോത്രം, ഇന്നും ക്രിസ്ത്യാനികൾ എന്ന പേര് പറഞ്ഞിട്ട് ദുരാചാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ, നിസ്സാരമായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിന്റെ പല രീതികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഇതാ ഒരു കൂട്ടം ദൈവവൈതലിനെ ക്രിസ്തു നിമിത്തം വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ നിത്യത്തിലേക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രത്യേകം ഓർപ്പിക്കുന്നത്? ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചില്ലെങ്കിൽ പല അടിമത്വങ്ങൾ അനേകരെ അതേ നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്, ക്രിസ്തുവിൽ നിന്ന് വേർപെടുത്തുവാൻ സാധ്യതയുണ്ട്, കൃപയിൽ നിന്ന് വീണുപോകാൻ സാധ്യതയുണ്ട്. ആകയാൽ പ്രത്യാശയോട് നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാം. ഒന്നുകൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വ്യക്തമായി രുചിച്ചറിയുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിൽ വിശ്വാസത്താൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. നമുക്ക് അന്യമായ സകല ബന്ധനങ്ങളെയും ജയിച്ചുകൊണ്ട് ഇതാ സ്വർഗീയമായ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശു വെളിപ്പെടാൻ പോകുന്നു. അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുന്ന നാളിതാ ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയരെ. സ്തോത്രം, സ്തോത്രം. നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ പറയാം, അന്യമായതുകൊണ്ട് നാം അടിമയല്ല എന്ന് പറയാം. ഓ, കർത്താവിന് നാം സ്വന്തമാണ്. ഹല്ലേലൂയ. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമ സിയോനിൽ ഞാനല്ല, പരമ സിയോനിൽ ഞാനല്ല, എൻ സങ്കടങ്ങൾ സകലവും